അങ്ങനെയുള്ള ഒരു ഗവൺമെന്റും നേരിടാത്ത വെല്ലുവിളികളെ, ധനപരമായ പ്രതിസന്ധികളെ, സാമ്പത്തിക പ്രയാസങ്ങളെ ഈ ഗവൺമെന്റ് അഭിമുഖീകരിക്കുക. അവിടെ നിന്നുകൊണ്ടാണ് ₹1 ടാക്സ് കൂട്ടാതെ വരുമാനമില്ലാതെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പുതിയുഗ കേരളം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ നിരവധി പദ്ധതികളുമായി ഈ ബജറ്റ് മുന്നിലേക്ക് വരുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ, കേരളത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകാൻ, അതുവഴി തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ, ഖജനാവ് നിറയ്ക്കാൻ, നിറഞ്ഞ ഖജനാവ് അതിൽ നിന്ന് പണമെടുത്ത് സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം നടത്തി സാധാരണക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക എന്നുള്ള വിശാലമായ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജനസംഖ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇതുവരെ കേരളത്തിൽ ഒരു പഠനവും നടത്തിയിട്ടില്ല. നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന യുവത്വം, അവരുടെ നമ്പർ കുറയുകയാണ്. ഉള്ളവര് വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോവുകയാണ്. ആ പോപ്പുലേഷൻ ചെറുതാവുകയാണ്. മറിച്ച് പ്രായം, നമുക്കിവിടെ ആയുർദൈർഘ്യമുള്ള ഒരു സംസ്ഥാനമാണ്. പ്രായമുള്ളവരുടെ നമ്പർ കൂടി വരികയും ചെയ്യുന്ന അസാധാരണമായ ഒരു ജനസംഖ്യാ മാറ്റം, ഡെമോഗ്രാഫിക് ചേഞ്ച് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഇനിയും വിശദമായ പഠനം ആവശ്യമുണ്ട്. പ്രാഥമികമായ പഠനം നടത്തിയിട്ടാണ് അവരെ സംരക്ഷിക്കാനും യുവത്വത്തെ കേരളത്തിൽ നിർത്താനും അവർക്ക് ആവശ്യമായ ഉന്നത വിദ്യാഭ്യാസം, പ്രൊഫഷണലായ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ കൊടുത്ത് അവർക്കിവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ആ തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും നിക്ഷേപങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കേരളത്തിന് അത്ഭുതകരമായ മാറ്റം ഈ സംസ്ഥാനത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ മുന്നോട്ട് വെച്ച മിഷൻ സമുദ്ര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പുതിയുഗ യാത്രയിൽ അത് മൊത്തമായി കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള സ്വപ്ന പദ്ധതിയാണ്. അത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച ഏവിയേഷൻ ഹബ്ബാക്കി ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള കേരളത്തെ മാറ്റാൻ പറ്റും. അതിനായിട്ടുള്ള പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറുകിട, ഇടത്തരം, സൂക്ഷ്മ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള വലിയ പദ്ധതികൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടാകുന്ന തരത്തിൽ ഗ്ലോബൽ ജോബ് വാച്ച് ടവറും അതിനോടനുബന്ധിച്ച് കരിക്കുലത്തിൽ ആവശ്യമായ മാറ്റം വരുത്തി ലോകം ആവശ്യപ്പെടുന്ന പുതിയ കാല കോഴ്സുകൾ തുടങ്ങാനുള്ള സംവിധാനമുണ്ട്. നോളജ് വാലി ഉണ്ട്, കേരള നോളജ് വാലി ഉണ്ട്. ലെഗസി സർവകലാശാലകളെ കൂടി കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകാതിരിക്കാനും പുറത്തു നിന്നുള്ള കുട്ടികൾ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വിശാലമായ കാഴ്ചപ്പാടോട് കൂടിയ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്കീമാണ്. ആരോഗ്യകാര്യത്തിൽ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ആരോഗ്യകാര്യത്തിൽ കേരളത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ചികിത്സയ്ക്കായി ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാക്കി മാറ്റാനുള്ള കാര്യങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുരംഗത്തും ഗവേഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാക്കി കേരളം മാറണം. പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ വരണം, ചികിത്സയ്ക്കായി ഇവിടെ ആളുകൾ എത്തണം തുടങ്ങിയ വലിയ പരിപാടികളാണ് ചെയ്തിരിക്കുന്നത്. സർക്കാരിന് മേലുള്ള ബാധ്യത കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയുടെയും ഉൾപ്പെടെ 87,012 കോടി രൂപ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വലിയ പദ്ധതികൾക്ക് നമുക്ക് തുടക്കമിടാൻ കഴിയുന്നത് എന്നത് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. അത് സംസ്ഥാനത്തിന്റെ പൊതുവായ വികസനത്തിനും എംപ്ലോയ്മെന്റ് ജനറേഷനും അത് സാധ്യമാകും. അതുപോലെ ഇൻവെസ്റ്റ് കേരളം സെൽ, നമുക്ക് നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ അത് നമുക്ക് കൊണ്ടുവരണം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.